പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയൻ്റെ പ്രാർത്ഥനയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൊതുവെ കുട്ടികളുടെ ഒരു ശൈലിയാണ് ചോദ്യങ്ങൾ ചോദിക്കുക എന്നത്. മാതാപിതാക്കളോടും സ്കൂളിലെ അധ്യാപകരോടും വീട്ടിലെ മുതിർന്നവരോടും അവർ നിരന്തരം പലവിധ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. പലപ്പോഴും കുട്ടികൾ അവരുടെ അമ്മമാരോടാണ് ചോദ്യങ്ങൾ ചോദിക്കുക. കുറേയേറെ ചോദ്യങ്ങൾക്ക് അമ്മമാർ ഉത്തരം നൽകും, ചില ചോദ്യങ്ങളോട് പ്രതികരിക്കുമില്ല. നമ്മൾ പലരും നമ്മുടെ കുട്ടിക്കാലത്ത് അങ്ങനെ നിരവധി ചോദ്യങ്ങൾ ചോദിച്ചതാണ്. എൻ്റെ ഒരു സ്ഥിരം ഹോബിയായിരുന്നു ചോദ്യങ്ങൾ ചോദിക്കുക എന്നത്. സ്കൂളിലെ അധ്യാപകരോടും വീട്ടിലെ മുതിർന്നവരോടും വളരെ പ്രത്യേകമായിട്ട് മതബോധന ക്ലാസ്സിലെ അധ്യാപകരോടും ചോദ്യങ്ങൾ ചോദിക്കുമായിരുന്നു. പലപ്പോഴും ഉത്തരങ്ങൾ മുട്ടിക്കുന്ന ചോദ്യങ്ങളാണ് ഞാൻ മതബോധന ക്ലാസ്സിലെ അധ്യാപകരോട് ചോദിച്ചിരുന്നത്. ചിലത് അവരെ ബുദ്ധിമുട്ടിക്കുവാൻ വേണ്ടി മാത്രമാണ് ഞാൻ ചോദിച്ചിരുന്നത്. വിശുദ്ധ ബൈബിളിലും നിയമജ്ഞരും ഫരിസേരും ഈശോയോട് നിരവധി ചോദ്യങ്ങൾ ചോദിക്കുന്നതായിട്ട് നമ്മൾ കാണാൻ സാധിക്കും. ഈശോയും തിരിച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നതായിട്ട് കാണാം. ബൈബിളിൽ ഈശോ എത്ര ചോദ്യങ്ങൾ ചോദിച്ചു എന്നെന്ന് വ്യക്തമായിട്ടൊരു സംഖ്യ നൽകിയിട്ടില്ല. എന്നിരുന്നാലും മാർട്ടിൻ ബി കോപ്പൻഹേവർ നടത്തിയ ഒരു പഠനത്തിൽ 4 സുവിശേഷങ്ങളായിട്ട് യേശു 307 ചോദ്യങ്ങൾ ചോദിച്ചു എന്നാണ് കണക്കാക്കുന്നത്. അതേ പഠനത്തിൽ യേശുവിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് ചോദിച്ച ചോദ്യങ്ങൾ ഏകദേശം 183 എന്നായിട്ട് കണക്കാക്കുന്നു. ഈശോ ചോദിച്ച 307 ചോദ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് നമ്മൾ ഇന്ന് സുവിശേഷത്തിൽ വായിച്ചു കേട്ടത്. 2 ചോദ്യങ്ങളാണ് ഈശോ ശിഷ്യന്മാരോട് ചോദിച്ചത്. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: മനുഷ്യപുത്രൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? രണ്ടാമത്തെ ചോദ്യം ഇപ്രകാരമായിരുന്നു: ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? നിയമജ്ഞരും ഫരിസേരും ചെയ്യുന്നത് പോലെ ശിഷ്യന്മാർ കൊടുക്കുവാനോ അവരെ ബുദ്ധിമുട്ടിക്കുവാനല്ല ഈശോ ചോദിച്ചത്. മറിച്ച് ശിഷ്യന്മാരുടെ മനസ്സിൻ്റെ പൊരുളറിയുവാൻ വേണ്ടിയാണ് ഈശോ ഇങ്ങനെ ചോദിച്ചത്. ഈശോ ഈ 2 ചോദ്യങ്ങൾ ചോദിക്കുന്നത് കൈസറിയ ഫിലിപ്പി പ്രദേശത്ത് വെച്ചാണ്. നമ്മൾ സുവിശേഷത്തിൽ ഇങ്ങനെ വായിച്ച് കേൾക്കുന്നു: യേശു കൈസറിയ ഫിലിപ്പി പ്രദേശത്തെത്തിയപ്പോൾ ശിഷ്യന്മാരോട് ചോദിച്ചു, മനുഷ്യപുത്രൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ സുവിശേഷത്തിൽ കാണുകയുണ്ടായി, ഈശോ തൈർ സീദോൻ പ്രദേശത്ത് വെച്ച് ഒരു കാനൻകാരി സ്ത്രീയുടെ മകളെ സുഖപ്പെടുത്തുന്നതായിട്ട്. ഈ ആഴ്ച കർത്താവ് കൈസറിയ ഫിലിപ്പി എന്ന സ്ഥലത്താണ്. എന്തുകൊണ്ടാണ് വളരെ പ്രധാനപ്പെട്ട 2 ചോദ്യങ്ങൾ ഈശോ കൈസറിയ ഫിലിപ്പി പ്രദേശത്ത് വെച്ച് ചോദിക്കുവാനുള്ള കാരണം? തൈറിനും സീദോനും പോലെ തന്നെ ഒരു വിജാതീയ പ്രദേശമാണ് കൈസറിയ ഫിലിപ്പി. നിരവധി വിജാതീയ ദൈവ ആരാധനയുടെ ഒരു ഇടമായിരുന്നു ഈ കൈസറിയ ഫിലിപ്പി. ഗലീലി തടാകത്തിന് വടക്ക് 40 കിലോമീറ്റർ അകലെയാണ് കൈസറിയ ഫിലിപ്പി. BC 20 റോമൻ ചക്രവർത്തിയായിട്ടുള്ള അഗസ്റ്റ് സീസർ മഹാനായിട്ടുള്ള ഹെറോദോസിന് പനിയാസ് ജില്ല നൽകി. ഹെറോദോസ് BC 37 മുതൽ BC 4 വരെ റോമിൻ്റെ അധികാരത്തിന് വിധേയനായിട്ട് യൂദായുടെ രാജാവായിട്ട് ഭരിച്ചു. അങ്ങനെ റോമൻ ചക്രവർത്തിയായിട്ടുള്ള അഗസ്റ്റ് സീസറിൻ്റെ ബഹുമാനാർത്ഥം ഹെറോദോസ് പട്ടണത്തിന് സിസേറിയ എന്ന് പേരിട്ടു. മാത്രമല്ല ചക്രവർത്തിയോടുള്ള നന്ദി സൂചകമായിട്ട് BC 19 അദ്ദേഹത്തിന് വേണ്ടി മനോഹരമായിട്ടുള്ളൊരു മാർബിൾ ക്ഷേത്രം അവിടെ പണികഴിപ്പിച്ച് വിജാതീയ ദൈവത്തെ പ്രതിഷ്ഠിച്ചു. ചക്രവർത്തിയുടെ ബഹുമാനാർത്ഥം അഗസ്ത്യം എന്നാണ് ഈ ക്ഷേത്രം പിന്നീട് അറിയപ്പെട്ടിരുന്നത്. BC 4 ഹെറോദോസ് മരിച്ചു. അദ്ദേഹത്തിൻ്റെ മരണത്തെ തുടർന്ന് രാജ്യം 4 വിഭജിക്കപ്പെട്ടു. പിന്നീട് ഹെറോദോസിൻ്റെ മകൻ ഫിലിപ്പ് ഈ പ്രദേശത്തിൻ്റെ അധികാരിയാവുകയും കേസരിയായ ഒരു മനോഹര നഗരമാക്കി മാറ്റുകയും ചെയ്ത ഫിലിപ്പ് പിന്നീട് അവിടെ താമസവും തുടങ്ങി. ഫിലിപ്പ് തൻ്റെ പേരുകൂടി കൂട്ടിച്ചേർത്തു. അധികം വൈകാതെ അങ്ങനെ കേസരി ഫിലിപ്പായിട്ട് ആ പ്രദേശം അറിയപ്പെടുവാനായിട്ട് തുടങ്ങി. അങ്ങനെ മതപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും ഏറെ പ്രാധാന്യമുള്ള പട്ടണമായിരുന്നു കൈസറിയ ഫിലിപ്പി. വിജാത ദൈവ ആരാധനയുടെ ഇടമാണ്. അതുപോലെ തന്നെ മറ്റു രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഒരു സ്ഥലവുമാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈശോ ശിഷ്യന്മാരോട് 2 ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഞാൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? ഞാൻ ആരെന്നാണ്
നിങ്ങൾ പറയുന്നത്? അതായത് യഥാർത്ഥ ദൈവത്തെയും യഥാർത്ഥ മിശിഹ സങ്കല്പത്തെയും ഈശോ ഇവിടെ അവതരിപ്പിക്കുകയാണ്. ഈ ചോദ്യം ചോദിക്കുമ്പോൾ യേശുവിനെ ദേവന്മാരിൽ ഒരുവനെന്ന് ധരിച്ച് അതിന് ശിഷ്യന്മാർക്ക് ഏറ്റുപറയാമായിരുന്നു. കാരണം യേശു പ്രവർത്തിച്ച അത്ഭുതങ്ങളും അടയാളം അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേരുവാൻ പ്രേരിപ്പിക്കുന്നതായിരുന്നു. രാഷ്ട്രീയ നേതാക്കന്മാരുടെ സ്ഥലമായതിനാൽ യേശുവിനെ രാഷ്ട്രീയ വിമോചകനായിട്ട് കാണുവാൻ എളുപ്പമായിരുന്നു. കാരണം ഇസ്രായേൽ ജനം തങ്ങളെ റോമാ സാമ്രാജ്യത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുവാൻ വരുന്ന ഒരു മിശിഹായെ പ്രതീക്ഷയോടെ കാത്തിരുന്നു. എന്നാൽ പത്രോസ് മറ്റൊന്നും ചിന്തിക്കാതെ വേഗം ഉത്തരം പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. ഒരു വലിയ വിശ്വാസ പ്രഖ്യാപനവും ഒരു വലിയ വെളിപ്പെടുത്തലും ഇവിടെ പത്രോസിലൂടെ സംഭവിക്കുകയാണ്. യേശുവിൻ്റെ മാമോദിസ വേളയിൽ പിതാവായ ദൈവത്തിൻ്റെ ശബ്ദം നമ്മൾ കേൾക്കുന്നുണ്ട്. മാർക്കോസ് 1:11 സ്വർഗത്തിൽ നിന്നും ഒരു സ്വരമുണ്ടായി, നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഇവിടെ പിതാവായ ദൈവം നീ എൻ്റെ പ്രിയപുത്രൻ എന്ന് മാത്രമാണ് പറയുന്നത്, ദൈവപുത്രൻ എന്ന് പറയുന്നില്ല. യേശുവിൻ്റെ രൂപാന്തരീകരണ വേളയിൽ നമ്മൾ വായിക്കുന്ന മാർക്കോസ് 9:7 അപ്പോൾ ഒരു മേഘം വന്ന് അവരെ ആവരണം ചെയ്തു. മേഘത്തിൽ നിന്നും ഒരു സ്വരം പുറപ്പെട്ട്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവൻ്റെ വാക്ക് ശ്രമിക്കുവിൻ. ഇവിടെയും ദൈവപുത്രൻ എന്ന് പറയുന്നില്ല. എന്നാൽ ഇവിടെ പത്രോസ് യേശു ദൈവപുത്രനാണെന്നുള്ള ഒരു വലിയ വിശ്വാസ പ്രഖ്യാപനവും ഒരു വലിയ വെളിപ്പെടുത്തൽ നമുക്ക് നൽകിയാണ്. മറ്റൊരിക്കൽ നമ്മൾ കാണുന്നു, പത്രോസ് വെള്ളത്തിന് മീതെ നടന്നതിന് ശേഷം ശിഷ്യന്മാർ എല്ലാവരും ചേർന്ന് യേശുവിനെ ആരാധിക്കുന്നതായിട്ട് മത്തായി 14:3 നമ്മൾ വായിക്കുകയാണ്. വഞ്ചിലുണ്ടായിരുന്നവർ അവനെ ആരാധിച്ചുകൊണ്ട് സത്യമായും നീ ദൈവപുത്രനാണെന്ന് ഏറ്റുപറഞ്ഞു. വിശുദ്ധ ബൈബിളിൽ ക്രിസ്തു ദൈവപുത്രനാണെന്നുള്ള നിരവധി പേരുടെ വിശ്വാസ പ്രഖ്യാപനം വെളിപ്പെടുത്തൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യേശു ദൈവപുത്രനാണ് എന്നുള്ളത് അവിടുത്തെ ജനത്തിന് മുൻപ് തന്നെ പ്രഖ്യാപിക്കപ്പെട്ടിരുന്നു. ലൂക്ക 1:32 നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ വലിയവനായിരിക്കും, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. 2 പിശാച് ബാധിതർ അവിടുന്ന് ദൈവപുത്രനാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. മത്തായി 8:29 യേശു മറുകരെ ഗദാറിയരുടെ ദേശത്തെത്തിയപ്പോൾ ശവക്കല്ലകളിൽ നിന്നും ഇറങ്ങി വന്ന 2 പിശാച് ബാധിതർ അവനെ കണ്ടുമുട്ടി. അവർ അട്ടഹസിച്ച് പറഞ്ഞു, ദൈവപുത്ര, നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? വീണ്ടും മാർക്കോസ് 3:11 നമ്മൾ വായിക്കുന്നു, അശുദ്ധാത്മാക്കൾ അവനെ കണ്ടപ്പോൾ അവന് മുൻപിൽ വീണ് നീ ദൈവപുത്രനാണ് എന്ന് വിളിച്ചു പറഞ്ഞു. മാർക്കോസ് 5:7 നമ്മൾ വായിക്കുന്നു, അശുദ്ധാത്മാവ് ബാധിച്ച ഒരു വ്യക്തി യേശുവോട് പറയുന്നു, മഹോന്നതനായിട്ടുള്ള ദൈവത്തിൻ്റെ പുത്ര യേശുവെ, അങ്ങ് എൻ്റെ കാര്യത്തിൽ എന്തിന് ഇടപെടുന്നു? യോഹന്നാൻ 1:49 നമ്മൾ കാണുന്നു, യേശുവുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നഥാനിയേൽ യേശുവിനോട് പറയുകയാണ്, റബ്ബി, അങ്ങ് ദൈവപുത്രനാണ്, ഇസ്രായേലിൻ്റെ രാജാവാണ്. മറ്റൊരു വലിയ വിശ്വാസ പ്രഖ്യാപനവും ഒരു വലിയ വെളിപ്പെടുത്തൽ നടത്തുന്നത് ഈശോയുടെ കുരിശിനരികിലെ ഒരു വിജാതീയ റോമൻ സൈനികനാണ്. മത്തായി 27:54 നമ്മൾ വായിക്കുകയാണ്, യേശുവിന് കാവൽ നിന്നിരുന്ന ശതാധിപനും അവൻ്റെ കൂടെ ഉണ്ടായിരുന്നവരും ഭൂകമ്പവും മറ്റു സംഭവങ്ങളും കണ്ട് അത്യധികം ഭയപ്പെട്ടു. സത്യമായും ഇവൻ ദൈവപുത്രനായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ യേശു ദൈവപുത്രനാണെന്നുള്ള ഒരു വലിയ വെളിപ്പെടുത്തൽ നമുക്ക് ലഭിക്കുകയാണ് ഇന്ന് വചനത്തിലൂടെ. ഈശോ ദൈവപുത്രൻ അല്ലെന്ന് സ്ഥാപിക്കുവാൻ പലരും ശ്രമിക്കുന്നുണ്ട്. അവരിൽ ചിലർ ഈശോ വെറും ഒരു ചരിത്ര പുരുഷനായിട്ട് മാത്രം സ്ഥാപിക്കുവാൻ പരിശ്രമിക്കുന്നുണ്ട്. മറ്റു ചിലർ മതസ്ഥർ ഈശോ വെറും ഒരു പ്രവാചകനായിട്ട് അവതരിപ്പിച്ചുകൊണ്ട് അവിടുന്ന് ദൈവപുത്രൻ അല്ലെന്ന് സ്ഥാപിക്കുവാൻ ശ്രമിക്കുന്നു. വേറെ ചിലരാകട്ടെ ഈശോ വെറും ഒരു റബ്ബി മാത്രമായിട്ട് അവതരിപ്പിക്കുന്നു. മറ്റു ചിലർ ഈശോയെ ഒരു വിപ്ലവകാരിയായും ഒരു സാമൂഹിക പരിഷ്കർത്താവുമായിട്ട് അവതരിപ്പിക്കുവാൻ ശ്രമിക്കുന്നു. അങ്ങനെ യേശുവിൻ്റെ ദൈവികതയെ പരിമിതപ്പെടുത്തുവാൻ പലരും ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ക്രിസ്തു ശിഷ്യരായ നമുക്ക് ഈശോ വെറും ഒരു ചരിത്ര പുരുഷനല്ല, ഈശോ വെറും ഒരു പ്രവാചകൻ മാത്രമല്ല, ഈശോ വെറും ഒരു റബ്ബിയല്ല, ഈശോ വിപ്ലവകാരിയോ ഒരു സാമൂഹിക പരിഷ്കർത്താവുമല്ല. കാരണം അവിടുന്ന് ഇന്നും ജീവിക്കുന്ന ദൈവപുത്രനാണ്, മിശിഹയാണ്, ഏക രക്ഷകനാണ്. ഇതാണ് ക്രിസ്തു വിശ്വാസത്തിൻ്റെ കാതലും ഹൃദയവും. ഇത് നമുക്ക് പലർക്കും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ബോധ്യമാണത്.
ഈശോ ദൈവപുത്രനാണ്, മിശിഹയാണ്, ഏക രക്ഷകനാണെന്നുള്ളത്. ഈ ബോധ്യത്തിൽ നമ്മൾ ജീവിച്ചാൽ ഈ ലോകത്തുള്ള ഒരു ശക്തിക്ക് നമ്മെ തകർക്കുവാനായിട്ട് സാധിക്കില്ല. ഒരു തിന്മയ്ക്ക് നമ്മളെ സ്വാധീനിക്കുവാനായിട്ട് കഴിയില്ല. എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസ്ഥ എന്തുമാകട്ടെ ഏതുമാകട്ടെ, നിങ്ങൾ ഈശോയെ ഇന്നും ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായിട്ട്, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏക രക്ഷകനായിട്ട്, മിശിഹയായിട്ട് ഏറ്റു പറഞ്ഞാൽ എല്ലാ തിന്മയുടെ ശക്തികളും, രോഗപീഠകളും, വിവാഹ തടസ്സങ്ങളും, സാമ്പത്തിക തകർച്ചയും, ജോലി തടസ്സങ്ങളും, ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും എല്ലാം മാറിപ്പോകും. ഒന്ന് മാത്രം മതി, നിങ്ങളുടെ ജീവിതത്തിൻ്റെ രക്ഷകനായിട്ട് കർത്താവിനെ നിങ്ങളൊന്ന് വിളിച്ചാൽ മാത്രം മതി, ഒന്ന് ഏറ്റു പറഞ്ഞാൽ മാത്രം മതി. ഈശോ ദൈവപുത്രനാണ് എന്ന് ഹൃദയം കൊണ്ട് ഏറ്റു പറയുന്നവർ ഉറപ്പായിട്ടും രക്ഷ പ്രാപിക്കും. യോഹന്നാൻ 20:31 നമ്മൾ വായിക്കുകയാണ്. എന്നാൽ ഇവ തന്നെയും എഴുതപ്പെട്ടിരിക്കുന്നത് യേശു ദൈവപുത്രനായിട്ടുള്ള ക്രിസ്തുവാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതിനും അങ്ങനെ വിശ്വസിക്കുന്ന നിമിത്തം നിങ്ങൾക്ക് അവൻ്റെ നാമത്തിൽ ജീവൻ ഉണ്ടാകുന്നതിനു വേണ്ടിയാണ്. എല്ലായ്പ്പോഴും ക്രിസ്തു ദൈവപുത്രനാണെന്ന് അധരം കൊണ്ട് ഏറ്റു പറയുവാൻ നമുക്ക് സാധിക്കട്ടെ. അങ്ങനെ ക്രിസ്തുവിൽ സമൃദ്ധമായ ജീവൻ ഉണ്ടാകുന്നതിന് വേണ്ടി നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും അതിനായിട്ട് സഹായിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.